അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ഇറാനിലെ ഉന്നത ഷിയ പുരോഹിതൻ ഫത്വ പുറപ്പെടുവിച്ചു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇറാനിലെ ഗ്രാൻഡ് ആയത്തുള്ള നാസർ മഗരേം ഷിരാസി ഇരുവരെയും അല്ലാഹുവിൻ്റെ ശത്രുക്കൾ എന്ന് വിളിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നേതൃത്വത്തിന് ഭീഷണിയാകുന്ന ഇസ്രായേൽ നേതാക്കളെ ഇല്ലാതാക്കാൻ അയാൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നേതാവിനെയോ മർജയെയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയും ഭരണകൂടത്തെയും യുദ്ധപ്രഭു അല്ലെങ്കിൽ മൊഹരബ് ആയി കണക്കാക്കുമെന്ന് മഗരേം ഫത്വയിൽ പറഞ്ഞു. മൊഹരേബ് എന്നാൽ അല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇറാനിയൻ നിയമപ്രകാരം മൊഹരേബ് എന്ന് തിരിച്ചറിയപ്പെടുന്ന ആളുകൾ മരണം, ക്രൂശിലേറ്റൽ, അംഗഛേദം അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവയ്ക്ക് വിധേയരാകാം. ജൂൺ 13 ആരംഭിച്ച 12 ദിവസത്തെ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമാണ് മതപരമായ ഫത്വ പുറപ്പെടുവിച്ചത്. ജൂൺ 13 ഇസ്രായേൽ ഇറാനിൽ ബോംബാക്രമണം നടത്തി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉന്നത സൈനിക കമാൻഡർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും കൊലപ്പെടുത്തി.